ഡോക്ടർ പി.ജി. ജസ്റ്റിൻ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ 2000 ആണ്ടിൽ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രഥമ വനിതാ മേയറായിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള അതിയായ സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നിവിടെ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ UDF-ൽ 33 എന്ന മാജിക് നമ്പറുമായിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ടിന്റെ എണ്ണം 33 നിന്ന് വർദ്ധിച്ച് 35 മാറിയിരിക്കുകയാണ്. അത് തന്നെ തെളിയിക്കുന്നത് ഇവിടെയുള്ള തൃശ്ശൂർക്കാരുടെ UDF-നോടുള്ള ആ ഒരു വിശ്വാസം, പ്രതീക്ഷ, അത് തന്നെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, സമഗ്രമായ വികസനം, അതുപോലെ തന്നെ മറുവശത്ത് ജനങ്ങളുടെ പങ്കാളിത്തം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത് തുടങ്ങുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു ടീം വർക്കാണ്. ടുഗദർ എവരിബഡി അച്ചീവ് മോർ. ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. മേയറോടൊപ്പം ഇതിനുശേഷം ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പുണ്ട്. ഡെപ്യൂട്ടി മേയറോടൊപ്പം ടീം UDF എല്ലാ കൗൺസിലേഴ്സും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ കൗൺസിലേഴ്സിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചുകൂട്ടി അതിനുശേഷം ജില്ലയിലെ DCC നേതൃത്വമായി ആലോചിച്ചുകൊണ്ടാണ് ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർക്കാർക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകി UDF-നെ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്തിച്ച 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച തൃശ്ശൂർക്കാർക്ക് വരുന്ന 5 വർഷത്തിൽ ടീം 2025 വളരെ ഊർജ്ജസ്വലമായി തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി മുന്നിലുണ്ടാകും എന്നുള്ള സംശയം ആർക്കും വേണ്ട. അപ്പോൾ നല്ലൊരു നാളെ, നല്ലൊരു തൃശ്ശൂർ നമുക്കെല്ലാവർക്കും സ്വപ്നം കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.